السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. الحمد لله. നമ്മൾ ലെസൺ 5ൻ്റെ എക്സസൈസ് അതിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ട്, അതായത് മെയിൻ ട്രാൻസ്ലേഷൻ്റെ പാർട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ട്രാൻസ്ലേഷൻസ് വന്നതൊക്കെ ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ നിന്ന് അറബിയിലേക്കാണ്. ഈ ഒരു ലെസണിൽ നമുക്ക് അറബിയിൽ നിന്നും തിരിച്ചും ഉള്ള ഒരു പാർട്ടും കൂടെ ഉണ്ട്. അപ്പം ഇതിൽ ഫസ്റ്റ് ഇതിന് ഹർക്കത്തും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ല, ഹർക്കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. എന്നാലും ഹർക്കത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം എളുപ്പമുണ്ടാവുള്ളൂ. അതുകൊണ്ട് അതും കൂടെ പറഞ്ഞിട്ട് പോവാം നമുക്ക്, ഇൻഷാ അല്ലാ. അപ്പം ഫസ്റ്റ് ഉഖ്തുൽ മുവദ്ദഫു അൽ ജാമിഇയ്യു ബിലാലുൻ മുദീറത്തു അൽ മക്തബത്തി അൽ ജാമിഇയ്യത്തി വ അഖൂഹ താലിബുൻ ഫിൽ ജാമിഅത്തി അൽ പാകിസ്ഥാനിയത്തി. ഓക്കെ, അപ്പം ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ എഴുതാം, മലയാളത്തിൽ പറയുകയും ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാ. ഉഖ്തുൽ മുവദ്ദഫുൽ ജാമിഇ ബിലാലുൻ. ഉഖ്തു സിസ്റ്റർ അല്ലേ? അൽ മുവദ്ദഫു ആണ്, അതുകൊണ്ട് ദ സിസ്റ്റർ. ദ സിസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സിറ്റി എംപ്ലോയി ഓർ എംപ്ലോയി ഓഫ് ദി യൂണിവേഴ്സിറ്റി. അല്ല, എംപ്ലോയി ഓഫ് ദി യൂണിവേഴ്സിറ്റി പറയാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റി എംപ്ലോയി ആണ്. കാരണം ഇവിടെ സ്വിഫ സ്റ്റൈലിലാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലേ? സ്വിഫ മാസൂഫ് എന്നുള്ള പോലെ മുവല്ലഫിൻ്റെ സ്വിഫയാണ് ജാമ്യ, അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എംപ്ലോയി ഓഫ് ദ യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റി എംപ്ലോയി, അതായത് എംപ്ലോയിൻ്റെ വിശേഷണമാണ് ദ യൂണിവേഴ്സിറ്റി എന്നുള്ള പോലെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം സിസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സിറ്റി എംപ്ലോയി ബിലാൽ, ഓക്കെ, പേര്. മുദീറത്തുൽ മക്തബത്തി ഈസ്, മുദീറത്തുൽ മക്തബത്തി ആയതുകൊണ്ട് ദ ഡയറക്ടർ ഓഫ് the library. Okay, of the library al jami'at, mudiratul maktabatil jami'iyyati of the university library. Okay, and akhuha, her brother, talibun is a student, fi in al jamiati the university, le al pakistaniyati in the Pakistani university. Okay, in the Pakistani university.
അപ്പം ഉഖ്തുൽ മുവദ്ദഫുൽ ജാമിഇയ്യു, ഉഖ്തു സിസ്റ്റർ, ഉഖ്തുൽ മുവദ്ദഫു ദ സിസ്റ്റർ ഓഫ് ദ എംപ്ലോയി. ഓക്കെ, സിസ്റ്റർ ഓഫ് ദി എംപ്ലോയി. അൽ ജാമിഇയ്യു അതിന്റെ വിശേഷണം. അപ്പം ഇത് ഇവിടെ ഇപ്പുറത്താ വരുന്നത്. നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോൾ അത് വിശേഷണം ആയതുകൊണ്ട് ആദ്യം വരും. അപ്പം ദ സിസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സിറ്റി എംപ്ലോയി ബിലാലുൻ, ബിലാൽ. പിന്നെ ഇസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു. മുദീറത്തുൽ മക്തബത്തിൽ ജാമിഅയത്തി. ഇവിടെ മുദീറത്തുൽ മക്തബത്തി എന്ന് പറയുന്നത് ഇദാഫയാണ് അല്ലെ. അപ്പം ലൈബ്രറിയുടെ ഡയറക്ടറാണ്. ഇവിടെ അൽ ജാമിഅയ്യത്തി എന്ന് പറയുന്നത് ഈ ലൈബ്രറിയുടെ വിശേഷണമാണ് അല്ലെ. അപ്പം യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഡയറക്ടറാണ്. അപ്പം ബിലാൽ ഈസ് ദ ഡയറക്ടർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ലൈബ്രറി. അതായത് സിസ്റ്റർ ആണ്, ബിലാലിന്റെ സിസ്റ്റർ ഡയറക്ടർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ്. വ ആൻഡ് അഹൂഹ her brother, അല്ലെ, അഹൂഹ her brother, താലിബുൻ ഈസ് എ സ്റ്റുഡൻറ് ഫിൽ ജാമിഅത്തി ഇൻ ദ യൂണിവേഴ്സിറ്റി അൽ പാകിസ്ഥാനിയത്തി. അത് വിശേഷമാണ് പാകിസ്ഥാനി. അപ്പം യൂണിവേഴ്സിറ്റി തൊഴിലാളി ആയ യൂണിവേഴ്സിറ്റി തൊഴിലാളി ബിലാലിന്റെ സഹോദരി യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഡയറക്ടറാണ്. ഡയറക്ടറും എന്ന് പറയണം, കാരണം നമുക്ക് അവിടെ വാ ഉണ്ടല്ലോ. ഡയറക്ടറും അവളുടെ സഹോദരൻ പാകിസ്ഥാനി യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയും ആണ്. മലയാളത്തിൽ എഴുതിയവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി എംപ്ലോയി. ഓക്കെ, നമുക്ക് ദ ഉണ്ട്, അതുകൊണ്ട് ആ ബ്രാക്കറ്റിലുള്ള നമ്മൾ എഴുതണം. ആ യൂണിവേഴ്സിറ്റി തൊഴിലാളി ബിലാലിന്റെ സഹോദരി. അവിടെ വീണ്ടും ആ സഹോദരി എന്ന് വേണമെങ്കിൽ എഴുതാൻ, ഇല്ലെങ്കിലും ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം ആ യൂണിവേഴ്സിറ്റി തൊഴിലാളി ബിലാലിന്റെ സഹോദരി ആ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഡയറക്ടറും അവളുടെ സഹോദരൻ ആ പാകിസ്ഥാനി യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയും ആണ്. തെറ്റുകൾ ചിലപ്പം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവണം. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, കറക്റ്റ് ചെയ്തിട്ട് പോവാം ഇൻഷാ അല്ലാ. തെറ്റുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അഥവാ പറ്റിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇൻഷാ അല്ലാ അടുത്ത സെന്റൻസിലേക്ക് പോവാണേ. ഇത് നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്, നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റുകൾ പറ്റാം. ആരും ഡിമോട്ടിവേറ്റഡ് ആവണ്ട. ഇൻഷാ അല്ലാ നമുക്ക് മെല്ലെ മെല്ലെ അങ്ങനെ കറക്റ്റ് ചെയ്ത് പോവാം ഇൻഷാ അല്ലാ. ഇനി മുദീറത്തു തിൽക്കൽ ജാമിഅത്തി ഇംറഅത്തു അറബിയത്തു ഇംറഅത്തുൻ അറബിയത്തുൻ. ഓക്കെ, മിൻ മിസ്ര വ അബൂഹ ഖാലിദുൻ മുദീറു ജാമിഅത്തിൻ കബീറത്തിൻ. ഓക്കെ, ഫി മിസ്ര ഐദൻ. ഓക്കെ, മുദീറത്തു തിൽക്കൽ ജാമിഅത്തി ഇംറഅത്തുൻ അറബിയത്തുൻ മിൻ മിസ്ര വ അബൂഹ ഖാലിദുൻ മുദീറു ജാമിഅത്തിൻ കബീറത്തിൻ ഫി മിസ്ര ഐദൻ. നമുക്ക് ട്രാൻസ്ലേഷൻ എഴുതാം. മുദീറു തിൽക്കൽ ജാമിഅത്തി അല്ലെ. അപ്പം ഇവിടെ മുദീറുൽ ജാമിഅത്തി എന്ന് പറയുന്ന ഇദാഫയുടെ ഇടയ്ക്ക് ഇസ്മു ഇഷാറ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇസ്മു ഇഷാറ വരുമ്പോൾ അത് ജാമിഅത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെ. അപ്പം ആ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ദാറ്റ് എന്നുള്ള ആ യൂണിവേഴ്സിറ്റിക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ആ യൂണിവേഴ്സിറ്റിയുടെ, ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം, മലയാളം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാം, രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ടാ. അപ്പം ദ പ്രസിഡന്റ് ഓർ ദ ഡയറക്ടർ, വേണമെങ്കിൽ മുദീറത്ത് എന്നുള്ളതുകൊണ്ട് ഡയറക്ട്രസ് എന്ന് പറയാം, അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്ടർ തന്നെ എഴുതിയിട്ട് പോവാം. ഡയറക്ടർ ഓഫ്
ദാറ്റ് യൂണിവേഴ്സിറ്റി. ഇവിടെ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പം ആന്ന് എഴുതുന്നത് ബ്രാക്കറ്റിന്റെ പുറത്ത് എഴുതണം. തിൽക്ക അത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട്. മുദീറത്ത് തിൽക്കൽ ജാമിഅത്തി, ആ യൂണിവേഴ്സിറ്റിയുടെ മുദീറത്ത് അല്ലെങ്കിൽ ഡയറക്ടർ. ഇമ്രഅത്തുൻ അറബിയത്തുൻ ഈസ് ആൻ അറബ് വുമൺ. ഓക്കെ, ഒരു അറബ് സ്ത്രീയാണ്. മിൻ, ഫ്രം. മിസ്ര, ഈജിപ്ത്. ആൻഡ് her father wa abuha, her father Khalid is മുദീറു ജാമിഅത്തിൻ, ഈസ് എ ഡയറക്ടർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അൽ ജാമിഅത്തി അല്ല, മുദീറുൽ ജാമിഅത്തി അല്ല, മുദീറു ജാമിഅത്തിൻ ആണ്. എ ഡയറക്ടർ ഓഫ് എ യൂണിവേഴ്സിറ്റി ആണ്. അവിടെ ജാമിയക്ക് ഒരു വിശേഷണമുണ്ട്, കബീറ അല്ലെ. അപ്പം ഈസ് എ ഡയറക്ടർ ഓഫ് എ ബിഗ് യൂണിവേഴ്സിറ്റി ഇൻ ഈജിപ്ത് ഓൾസോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഖാലിദ് ഓൾസോ, അല്ലെങ്കിൽ ഖാലിദ് ഇസ് എ ഡയറക്ടർ ഇൻ ബിഗ്. ഓക്കെ, ഓൾസോ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം മാറും. അവസാനം ഓൾസോ എഴുതിയാൽ മതി, ഇത് തന്നെ എഴുതുമ്പോൾ. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ മലയാളത്തിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതന്നെ ഒന്നും കൂടെ നോക്കാം. മുദീറു തിൽക്കൽ ജാമിഅത്തി, മുദീറുൽ ജാമിയ ഇലാഫയാണ്. ഇലാഫന്റെ ഇടക്ക് ഇസ്മു ഇഷാറ വന്നതുകൊണ്ട് മുദാഫ് ഇലേഹിക്കാണ് ഇസ്മു ഇഷാറ. അതുകൊണ്ട് ദാറ്റ് യൂണിവേഴ്സിറ്റി എന്ന് എഴുതണം. യൂണിവേഴ്സിറ്റിക്കാണ് ഇവിടെ ദാറ്റ് വന്നത്. ഇമ്രഅത്തുൻ അറബിയത്തുൻ നക്കിറയാണ്, അതുകൊണ്ട് തന്നെ എ അല്ലെ, അല്ലെങ്കിൽ ആൻ. അറബ് എന്ന് എഴുതിയതുകൊണ്ടാണ് ആൻ എന്ന് എഴുതിയത്. ഒരു അറബ് സ്ത്രീയാണ്. മിൻ മിസ്ര, ഈജിപ്തിൽ നിന്നാണ്. മിസ്ര എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മിൻ എന്ന് പറയുമ്പോൾ മിസ്രി എന്ന് എഴുതി പോകരുത്. വ അബൂഹ, ആൻഡ് ഹെർ ഫാദർ ഖാലിദുൻ, ഖാലിദ് ഇസ് മുദീറു ജാമിഅത്തിൻ. ഇവിടെ വീണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കണം, മുദീറുൽ ജാമിഅ അല്ല, മുദീറു ജാമിഅത്തിനാണ്. നക്കിറയാണ് ഇദാഫ കൺസ്ട്രക്ഷൻ. അപ്പം എ ഡയറക്ടർ ഓഫ് എ യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ, അപ്പം ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരു വിശേഷണം കൂടെ ഉണ്ട്, കബീറ. ഈ കബീറത്തിൻ എന്ന് എഴുതുമ്പോൾ ജാമിഅത്തിന്റെ അതേ സ്റ്റൈലിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, കാരണം ഇത് സ്ത്രീലിംഗാണ്, ഇതും സ്ത്രീലിംഗാണ്. അതുകൊണ്ട് ഈ കബീറ എന്ന് പറയുന്നത് ജാമിഅന്റെ വിശേഷണമാണ്. അപ്പം ഈസ് എ ഡയറക്ടർ ഓഫ് എ ബിഗ് യൂണിവേഴ്സിറ്റി ഇൻ ഈജിപ്ത് ഓൾസോ. മലയാളത്തിൽ പറയുമ്പോൾ ഈ എന്ന് പറയുന്നത് പുറത്തെഴുതുന്ന ആണ് കേട്ടോ, ബ്രാക്കറ്റ് ഇല്ലാത്ത ആ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ. ഓക്കെ, ആ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ആ യൂണിവേഴ്സിറ്റിയുടെ ആ ഡയറക്ടർ. ഓക്കെ, ഇതൊന്നും ചെറിയ തോതിൽ തെറ്റിപ്പോയി എന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് എഴുതുമ്പോൾ മാത്രം, അതായത് 5 ചോയ്സ് ഉണ്ടാവുമ്പോൾ മാത്രം നമ്മൾ അത് പെർഫെക്റ്റ് ആക്കാൻ നോക്കും. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് എഴുതുമ്പോൾ ഒന്ന് മിസ്സായി പോയി എന്നൊന്നും വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. മുദീറത്തു തിൽക്കൽ ജാമിഅത്തി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ ബ്രാക്കറ്റിന് പുറത്തും രണ്ടാമത്തെ ആ ബ്രാക്കറ്റിനകത്തുമായിട്ട്, അതായത് ആ യൂണിവേഴ്സിറ്റിയുടെ ആ ഡയറക്ടർ ഒരു അറബ് സ്ത്രീയാണ്. എവിടെ നിന്നുള്ള? ഈജിപ്തിൽ നിന്നുള്ള. അപ്പം ആ യൂണിവേഴ്സിറ്റിയുടെ ആ ഡയറക്ടർ ആദ്യത്തെ ആ ബ്രാക്കറ്റിന്റെ പുറത്ത്, ബിക്കോസ് ദാറ്റ് എന്ന് കാണിക്കാനാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ബ്രാക്കറ്റിലുള്ള ആ ഡയറക്ടർ ഒരു ഈജിപ്തിൽ നിന്നുള്ള ഒരു അറബ് സ്ത്രീയാണ്. കാരണം നമ്മൾ മലയാളത്തിൽ എഴുതുമ്പം ഇതിനെ ആദ്യം എഴുതുമ്പോഴേ അർത്ഥം കറക്റ്റ് ആവുള്ളൂ. ഈജിപ്തിൽ നിന്നുള്ള ഒരു അറബ് സ്ത്രീയാണ്. സ്ത്രീയാണെന്നല്ല, സ്ത്രീയും, കാരണം ആൻഡ് ഉണ്ട് ഇവിടെ. സ്ത്രീയും അവളുടെ പിതാവ് ഖാലിദ് ഒരു വലിയ അതായത് ഈജിപ്തിൽ തന്നെയുള്ള, അല്ലെങ്കിൽ ഐസൻ ഓൾസോ എന്നുള്ളതിന് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഈജിപ്തിൽ തന്നെയുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറും ആണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ആ ഡയറക്ടർ ഒരു അറബ് സ്ത്രീയും, ഈജിപ്തിൽ നിന്നുള്ള ഒരു അറബ് സ്ത്രീയും അവളുടെ പിതാവ് ഖാലിദ് ഒരു ഈജിപ്തിൽ നിന്ന് തന്നെ ഉള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറും ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് അതിന്റെ ക്രസ്റ്റ് എങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഓക്കെയാണ്. മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുക, പറ്റുമെങ്കിൽ അത് റെഡ് പെനോട് മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ എക്സാമിന് റിവിഷൻ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഓക്കെ എനിക്ക് ഈ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ഇൻഷാ അല്ലാഹ് അടുത്തത് നോക്കാം.
ഉഖ്തുൽ മുവദ്ദഫി ഖദീജത്തു വഹിയ ഖാദിമത്തുൻ മിൻ മക്തബി മുദീറത്തി മിൻ മക്തബി. ഓക്കെ, മക്തബി മുദീറത്തിൽ ജാമിഅത്തി. ഓക്കെ, മക്തബി മുദീറത്തിൽ ജാമിഅത്തി ലി അന്ന ഫി മക്തബിൽ മുദീറത്ത കിതാബുൻ. ഇവിടെ ഞാൻ ഒറിജിനലി തന്നപ്പം ഒരു കിതാബിന് ഒരു എക്സ്ട്രാ അലിഫ് ഉണ്ടായിരുന്നു, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. കിതാബുൻ ആണ്, ആ അലിഫ് കളഞ്ഞ് കിതാബുൻ എന്ന് എഴുതാം അതിന്. മിനൽ മക്തബത്തി. ഓക്കെ, ഉഖ്തുൽ മുവദ്ദഫി ഖദീജത്തു وهي قادمة من مكتب مديرة الجامعة لأن في مكتب المديرة كتاب لأن في مكتب. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു കാര്യം മനസ്സിലായിട്ടോ. ഇത് വീണ്ടും എനിക്ക് തന്നെ തെറ്റുപറ്റിയതാണ്. ആ കിതാബുൻ ശരിക്കും ഇവിടെ, ഓക്കെ, കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഫി മക്തബിൽ മുദീറത്തി തന്നെയാണ് ഇവിടെ കിതാബൻ ആണ്. ഓക്കെ, ബിക്കോസ് ലി അന്നയുടെ സബ്ജക്റ്റ് ഇവിടെ കിതാബാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു ജുംലത്തുൽ ഇസ്മിയയുടെ സ്റ്റാർട്ടിങ് ബിഗിനിങ് എന്തായിരിക്കണം, ഒരു മാരിഫ ആയിട്ടുള്ള വാക്കായിരിക്കണം. ഇവിടെ കിതാബ് വന്നതുകൊണ്ട്, കിതാബ് നക്കിറ ആയിട്ടുള്ള വാക്കായതുകൊണ്ട് എന്തായി, ഫി മക്തബിൽ മുദീറത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ കിതാബിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ലി അന്നയുടെ സബ്ജക്റ്റ് കിതാബാണ്, അതുകൊണ്ട് തന്നെ കിതാബ് എന്താവും, മൻസൂബാവും. ഓക്കെ, അപ്പൊ ഫി മക്തബിൽ മുദീറത്തി കിതാബൻ എന്ന് തന്നെയാണ്. ഓക്കെ, അത് എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആണ്, സോറി. പിന്നെ മിനൽ മക്തബത്തി. നമുക്ക് ഇതിന്റെ ട്രാൻസ്ലേഷൻ എഴുതാം. ഉഖ്തുൽ മുവദ്ദഫി അല്ലെ, ഉഖ്തുൽ മുവദ്ദഫി, the sister of the employee Khadija, is Khadija. Okay, the sister of the employee is Khadija. And she is coming from Maktabil Mudiratil Jamiati. Maktabil Mudiratil Jamiati, office of the director of the university. Okay, Al Jamiati vannadonde, from office of the director of the university, because there is a book from the library in the office of the director. ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. ഉഖ്തുൽ മുവദ്ദഫി ഖദീജത്തു, the sister of the employee. ഉഖ്തുൽ മുവദ്ദഫി ഇദാഫയാണ്, മാരിഫയാണ് അല്ലെ, സെക്കൻഡ് വേർഡിന് അൽ ഉണ്ട്. അപ്പം the sister of the employee ഖദീജത്തു is ഖദീജ. വ and, ഹിയ she, ഖാദിമത്തുൻ is coming, മിൻ മക്തബത്തി മുദീറത്തിൽ ജാമിഅത്തി, ഇത് ഡബിൾ ഇദാഫയാണ് അല്ലെ. മിൻ മക്തബി മുദീറത്തിൽ ജാമിഅത്തി
മക്തബി മുദീറത്തിൽ ജാമിഅത്തി എന്ന് പറയുമ്പോൾ ഓഫീസ് ഓഫ് ദി ഡയറക്ടർ ഓഫ് ദി യൂണിവേഴ്സിറ്റി അല്ലെ, യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് വരുന്നവളാണ് അവൾ അല്ലെ. വഹിയ ഖാദിമത്തുൻ മിൻ മക്തബത്തി മുദീറത്തിൽ ജാമിഅത്തി. നമുക്കറിയാം ഇദാഫ കൺസ്ട്രക്ഷന് ലാസ്റ്റ് വേർഡിനാണ് അല്ലോർ തൻവീൻ ഉണ്ടാവുന്നത്. അതാണ് നക്കിറയാണോ മാരിഫയാണോ തീരുമാനിക്കുന്നത് അല്ലെ. അപ്പം ഫ്രം ദ ഓഫീസ് ഓഫ് ദി ഡയറക്ടർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ആണ്. ഇവിടെയും ദ വേണം. ഫൈൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലി അന്ന, ബിക്കോസ് ഇവിടെ ഞാൻ പറഞ്ഞു ലി അന്ന, ആക്ച്വലി ലി അന്ന കിതാബൻ ഫി മക്തബിൽ മുദീറത്തി എന്ന് വരണം. പക്ഷെ കിതാബൻ എന്നുള്ളത് നക്കിറ ആയതുകൊണ്ട് ഇവിടെ ഇത് മുഖദ്ദമാക്കുകയാണ് അല്ലെ. അതായത് ഈ ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ജാറു മജറൂർ അല്ലെങ്കിൽ ഫീ ഉള്ള ഒരു ഫ്രേസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കിതാബിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. നമ്മളെ ഫീ ഖുലൂബിഹിം മറദുൻ അതൊക്കെ പോലെയുള്ള ഒരു സെന്റൻസ് ആണത്. ഫീ മക്തബത്തിൽ മുദീറത്തി കിതാബൻ. എന്നാൽ അവിടെ ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറയുമ്പോൾ മറദുന് എന്താണ് മർഫോ മാറാൻ റീസൺ ഒന്നുമില്ല ഇവിടെ. പക്ഷെ ലി അന്ന ഉള്ളത് കൊണ്ട് ഈ കിതാബുൻ എന്നുള്ള മർഫോ മാറിയിട്ട് അത് മൻസൂബ് ആവുന്നത് കൊണ്ടാണ് കിതാബൻ എന്നായത്. അപ്പൊ ലി അന്ന ഫി മക്തബിൽ മുദീറത്തി കിതാബൻ മിനൽ മക്തബത്തി. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ്? ബിക്കോസ് കിതാബൻ ദർ ഇസ് എ ബുക്ക് അല്ലെ, ദർ ഇസ് എ ബുക്ക് എന്താണ് ഫി മക്തബത്തിൽ മുദീറത്തി there is a book കിതാബൻ മിനൽ മക്തബത്തി, ബുക്ക് ഫ്രം ദ ലൈബ്രറി ഇൻ ദ ഓഫീസ് ഓഫ് ദ ഡയറക്ടർ. ഇവിടെ മക്തബും മക്തബത്തും തമ്മിൽ മാറിപ്പോവരുത്. ഇവിടെ ഫി മക്തബിൽ മുദീറത്തിയാണ്. അപ്പം ഓഫീസ് ഓഫ് ദി ഡയറക്ടർ. ഇവിടെ മിനൽ മക്തബത്തിയാണ് എന്താണ് ബുക്ക് ഫ്രം ദ ലൈബ്രറി. ഓക്കെ. പൊതുവെ നമ്മൾ ഈ നക്കിറ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ there is എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. എ ബുക്ക് എന്ന് പറയുമ്പോൾ ബിക്കോസ് എ ബുക്ക് ഫ്രം ദ ലൈബ്രറി ഇൻ ദ ഓഫീസ് ഓഫ് ദ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് there is എന്ന് പറഞ്ഞിട്ട് there is എന്ന് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ എഴുതാറുണ്ട്. ഇനി മലയാളത്തിൽ പറയുമ്പോൾ ഉഖ്തുൽ മുഅദ്ദഫി ഖദീജത്തുൻ, ആ തൊഴിലാളിയുടെ സഹോദരി ആണ് ഖദീജ, അല്ലെങ്കിൽ സഹോദരി ഖദീജയാണ്, ഖദീജയും. വഹിയ ഖാദിമത്തുൻ മിൻ മക്തബത്തി മുദീറത്തിൽ ജാമിഅത്തി, അവൾ ആ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് വരുന്നവളും ആണ്. ലി അന്ന, അതിന്റെ കാരണം അവിടെ ലൈബ്രറിയിൽ നിന്നുള്ള ഒരു ബുക്ക് ആ ഡയറക്ടറുടെ ഓഫീസിൽ ഉണ്ട്. കാരണം ലൈബ്രറിയിൽ നിന്നുള്ള ഒരു ബുക്ക് ആ ഡയറക്ടറുടെ ഓഫീസിൽ ഉണ്ട്. അത് കാരണം എന്നുള്ളതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് തിരിച്ചും എഴുതാം. നമുക്ക് അത് എഴുതി നോക്കി വായിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കറക്റ്റ് സെന്റൻസ് ഫ്രെയിം ചെയ്യേണ്ടതെന്ന്. ഇംഗ്ലീഷിലാകുമ്പോൾ നമുക്ക് അതേ ഓർഡറിൽ എഴുതി പോകാവുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒരു എളുപ്പമുണ്ടെന്ന് മാത്രം. ഓക്കെ. ഇനി അടുത്തത് ഇന്ന. ഓക്കെ, ഹർക്കത്ത് ആദ്യം. ഇന്ന ബിലാലൻ ജാലിസുൻ ഫിൽ മക്തബത്തി വഫി യദിഹി കിതാബുൻ മക്തബിയുൻ. ഓക്കെ. ഇന്ന ബിലാലൻ ജാലിസുൻ ഫിൽ മക്തബത്തി വഫി യദിഹി കിതാബുൻ മക്തബിയുൻ. മീനിങ് നോക്കാം. ഇന്ന, indeed അല്ലെ, or certainly Bilal is sitting in the library and وفي يده كتاب مكتبي and in, ഇതിവിടെയും ഇതന്നെ സംഭവിക്കുന്നത്. കിതാബുൻ മക്തബിയുൻ എന്നുള്ളത് നക്കിറ ആയതുകൊണ്ട് ഫി യദിഹിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ. ഇൻ ഹിസ് ബുക്ക് ഓർ ആൻഡ് ദർ ഇസ് എ ഓഫീസ് ബുക്ക്, സോറി, മക്തബിയുൻ, മക്തബത്തുൻ മക്തബിയുൻ, ലൈബ്രറി ബുക്ക് എന്ന് പറയാം അല്ലെ. മക്തബത്തുൻ, എനിക്കൊന്ന് ഇതിന് മക്തബുൻ
മക്തബിയുൻ മക്തബിയത്തുൻ, മക്തബത്തുൻ ഓൾസോ മക്തബിയുൻ മക്തബിയത്തുൻ. അപ്പൊ അതിനെ ലൈബ്രറി ബുക്ക് എന്നും ഓഫീസ് ബുക്ക് എന്നും പറയാം. അപ്പൊ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ട് ലൈബ്രറി ബുക്ക് എന്ന് എഴുതാം നമുക്ക്. ആൻഡ് there is a library book in his hand. Okay? പറയാം. ഇന്ന ബിലാലൻ ജാലിസൻ. ഇന്ന നിശ്ചയമായും ബിലാലൻ ഇന്നയുടെ ഇസ്മ ആയതുകൊണ്ട് ബിലാലൻ മൻസൂബായി. ഇന്ന ബിലാലൻ ജാലിസൻ. ഇൻഡീഡ് ബിലാൽ ഇസ് സിറ്റിംഗ് ഫി മക്തബത്തി ഇൻ ദ ലൈബ്രറി. ഓക്കെ. വ ആൻഡ് ഫി യദിഹി. ഇവിടെ അഗൈൻ ഞാൻ പറയണ വ കിതാബുൻ മക്തബിയുൻ ഫി യദിഹി ആണ്. പക്ഷെ ഇത് നക്കിറ ആയതുകൊണ്ട് ഇതിന്റെ മുമ്പുള്ള ഫ്രേസിനെ ഇങ്ങോട്ടേക്ക്, അതിന് ശേഷമുള്ള ഫ്രേസിനെ ആദ്യത്തിലേക്ക് മാറ്റാണ്. ആൻഡ് ദർ ഇസ് എ ലൈബ്രറി ബുക്ക് ഇൻ ഹിസ് ഹാൻഡ്. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ആ ഒരു സെന്റൻസിന് കംപ്ലീഷൻ, നക്കിറ വരുന്ന സെന്റൻസിന് ഒരു കംപ്ലീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ദർ ഇസ് എഴുതുന്നത്. ഓക്കെ. ആൻഡ് ദർ ഇസ് എ ലൈബ്രറി ബുക്ക് കിതാബുൻ മക്തബിയുൻ ഇൻ ഹിസ് ഹാൻഡ്. ഇനി ആരെങ്കിലും ഓഫീസ് ബുക്ക് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം മക്തബത്തും മക്തബും നമ്മള് ഇസ്മുൻ നിസ്ബ ആക്കുമ്പോൾ മക്തബിയുനും മക്തബിയത്തുൻ ആണ് വരാം. ഓക്കെ. അപ്പം ആൻഡ് ദർ ഇസ് എ ലൈബ്രറി ബുക്ക് ഇൻ ഹിസ് ഹാൻഡ്. മലയാളത്തിൽ പറയുമ്പോൾ നിശ്ചയമായും ബിലാൽ ലൈബ്രറിയിൽ ഇരിക്കുന്നവനും അവന്റെ കയ്യിൽ ഒരു എന്താണ് ലൈബ്രറി ഇരിക്കുന്നവനാണ്, അവന്റെ കയ്യിൽ ഒരു ലൈബ്രറി പുസ്തകവും ഉണ്ട്. അവന്റെ കയ്യിൽ ഒരു ലൈബ്രറി പുസ്തകവും ഉണ്ട്. എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു വാക്ക് മീനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിലാകുമ്പോൾ നമുക്കത് ഓർഡറിൽ ആൻഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് പോവാം. ഇനി അടുത്തത് കുത്തുബുഹു അൽ ജാമിഇയ്യത്തി അലാ ത്വാവിലത്തിൻ ഫി മക്തബി ഉഖ്തിഹി. ഓക്കെ. ട്രാൻസ്ലേഷൻ എഴുതാം. കുത്തുബുഹുൽ ജാമിഇയ്യത്തി. കുത്തുബുഹു ഹിസ് ബുക്ക്. ജാമിഇയ്യത്തി യൂണിവേഴ്സിറ്റി ബുക്ക്. ജാമിഇയ്യത്തി വരുന്നത് കുത്തുബ് പ്ലൂറൽ ആയതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം, ഫെമിനിൻ സിംഗുലർ വിശേഷണം വരികയാണ് അവിടെ. ഓക്കെ. കുത്തുബുഹുൽ ജാമിഅത്തി ഹിസ് യൂണിവേഴ്സിറ്റി ബുക്സ്. ആർ ഓൺ എ ടേബിൾ അല താവിലത്തിൻ ഇൻ ഹിസ് സിസ്റ്റേഴ്സ് ഓഫീസ്. പറയാൻ. കുത്തുബുഹുൽ ജാമിഅയ്യത്തി നമ്മൾ പറഞ്ഞ പോലെ കുത്തുബുഹു ഹിസ് ബുക്സ്. ഇത് കുത്തുബിന്റെ വിശേഷണമാണ് ജാമിഅത്തി യൂണിവേഴ്സിറ്റി. അപ്പം ഇവിടെ വിശേഷണം അറബിയിലായതുകൊണ്ട് അവസാനം വരും. ഇംഗ്ലീഷിലാകുമ്പോൾ നമ്മൾ അഡ്ജക്റ്റീവ് ഇങ്ങോട്ട് എഴുതും. അപ്പം ഹിസ് യൂണിവേഴ്സിറ്റി ബുക്സ് ആർ നമ്മൾ എഴുതുന്നു. അല ത്വാവിലത്തിൻ ഓൺ എ ടേബിൾ. ത്വാവിലത്തിൻ ആണ്, അത്വാവിലത്തി അല്ല. അതുകൊണ്ട് ഓൺ എ ടേബിൾ. ഫി ഇൻ മക്തബി ഉഖ്തിഹി. ഓക്കെ. ഇവിടെ ഇദാഫ, ഡബിൾ ഇദാഫയാണ്. മക്തബി ഉഖ്ത് പ്ലസ് ഹി. അപ്പം ഹിസ് സിസ്റ്റേഴ്സ് ഓഫീസ്. ഫി മക്തബി ഉഖ്തിഹി ഇൻ ഹിസ് സിസ്റ്റേഴ്സ് ഓഫീസ്. അവന്റെ യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ അവന്റെ സഹോദരിയുടെ ഓഫീസിലെ ഒരു മേശയുടെ മേലെ ആണ്. അവന്റെ യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ അവന്റെ സഹോദരിയുടെ ഓഫീസിലെ ഒരു മേശയുടെ മേലെ ആണ്. ഇനി അടുത്തത് ഫിൽ മക്തബത്തി തുല്ലാബുൻ മിൻ ഫസ്ലി ബിലാലിൻ
أيضا وهم واقفون على تلك الطاولة الجامعية الجديدة. Okay. في المكتبة طلاب من فصل بلال أيضا وهم واقفون على تلك الطاولة الجامعية الجديدة. എഴുതാം. In the library there are students from Bilal's class also, and they are standing on that new university table. ഇവിടെ തുല്ലാബുൻ എന്ന് പറഞ്ഞത് നക്കിറ ആയതുകൊണ്ട് ആണ് നമ്മൾ ഫിൽ മക്തബത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഫിൽ മക്തബത്തി ഇൻ ദ ലൈബ്രറി തുല്ലാബുൻ സ്റ്റുഡൻസ് അല്ലെ, സ്റ്റുഡൻസ് നക്കിറയാണ്. ഞാൻ പറഞ്ഞു സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ദേർ ആർ എന്ന് എഴുതുന്നത്. ഇൻ ദ ലൈബ്രറി ദേർ ആർ സ്റ്റുഡൻസ് മിൻ ഫസ്ലി ബിലാലിൻ ഫ്രം ബിലാൽസ് ക്ലാസ്. മിൻ ഫസ്ലി ബിലാലിൻ ഫ്രം ബിലാൽസ് ക്ലാസ്. ഐദൻ ഓൾസോ. വ ആൻഡ് ഹും ദേ are waqifuna standing ala on tilka tawilati that table al jami'iyatil jadidati ന്യൂ യൂണിവേഴ്സിറ്റി ടേബിൾ. ന്യൂവും യൂണിവേഴ്സിറ്റിയും എന്താണ് താവിലന്റെ വിശേഷണങ്ങളാണ്. അപ്പം ഇൻ ദ ലൈബ്രറി ദർ ആർ സ്റ്റുഡൻസ് ഫ്രം ബിലാൽസ് ക്ലാസ് ഓൾസോ ആൻഡ് ദേ ആർ സ്റ്റാൻഡിങ് ഇൻ ദാറ്റ് ന്യൂ യൂണിവേഴ്സിറ്റി ടേബിൾ. ആ ലൈബ്രറിയിൽ, ഇവിടുത്തെ ആ ബ്രാക്കറ്റിലാണ്, ആ ലൈബ്രറിയിൽ ബിലാലിന്റെ ക്ലാസ്സിൽ നിന്നും വിദ്യാർത്ഥികൾ ഉണ്ട്. ആൻഡ് ഉണ്ടെന്ന് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവർ ആ പുതിയ യൂണിവേഴ്സിറ്റി മേശയുടെ മേലെ നിൽക്കുന്നവരും ആണ്. അങ്ങനെ നമ്മൾ അവിടെ ആൻഡ് കൊണ്ടുവരാം മലയാളത്തിൽ എഴുതുമ്പോൾ. അവർ ആ പുതിയ യൂണിവേഴ്സിറ്റി മേശയുടെ മേലെ നിൽക്കുന്നവരും ആണ്. മലയാളത്തിൽ എഴുതുമ്പോൾ നമുക്കത് മീനിങ് ഫുൾ ആക്കാന്നുള്ളതേ ഉള്ളൂ. ഈ ഓർഡറിൽ തന്നെ എഴുതിക്കൊള്ളണമെന്നൊന്നും ഇതാക്കണ്ട. അപ്പം ആൻഡ് എന്നുള്ളതിന്റെ വാ എന്നുള്ള ഒരു അർത്ഥം നമ്മൾ സെന്റൻസിൽ വേണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവരും നിൽക്കുന്നവരും എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പം ആ ലൈബ്രറിയിൽ ബിലാലിന്റെ ക്ലാസ്സിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഉണ്ടെന്ന് പറയാൻ കാരണം ഇവിടെ ഓൾസോ ഉള്ളത് കൊണ്ടാണ്. ഓൾസോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഫുൾ സ്റ്റോപ്പ്. അവർ ആ പുതിയ യൂണിവേഴ്സിറ്റി മേശയുടെ മേൽ നിൽക്കുന്നവരും ആണ്. ഓക്കെ. അപ്പം അത്രയാണ് നമ്മൾക്ക് വൺ സൈഡ് ട്രാൻസ്ലേഷൻ. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത് നാളെ എടുക്കാം അല്ലെ. അപ്പം അതിനുള്ളിൽ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അറബിക് ട്രാൻസ്ലേഷൻ നാളത്തേക്ക് ചെയ്തിട്ട് വന്നോട്ടെ. നാളെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാലോ ഇൻഷാ അല്ലാ. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാ. അപ്പം ഇന്നത്തെ ഇത് ഇവിടെ വെച്ച് നിർത്താം. അൽഹംദുലില്ലാ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.